പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഹലോ മലയാളത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്ന വാർത്ത നോക്കൂ. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സംസ്ഥാനത്തുടനീളം അനുകൂലമാകുമെന്നായിരുന്നു BJPയുടെ പ്രതീക്ഷ. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യം വെച്ചായിരുന്നു കോട്ടയത്തെ ജോർജ് കുര്യന്റെയും PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഒക്കെ സ്ഥാനാർത്ഥിത്വം വന്നതും. പക്ഷേ FCRA ഭേദഗതി ബില്ല് ചർച്ചയായതോടുകൂടി ആ നീക്കത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്നാണ് BJP ക്യാമ്പുകളുടെ വിലയിരുത്തൽ. സഭാ മേലധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രതികരണവും ദീപികയിലെ ലേഖനങ്ങളും BJPക്ക് വലിയ തലവേദനയായി മാറി. ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന ആശങ്കയിലാണോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം കാഞ്ഞിരപ്പള്ളി മെത്രാനും ദീപിക പത്രത്തിനുമെതിരെ PC ജോർജ് അധിക്ഷേപം നടത്തിയത്? ഇതാണ് ഇന്നത്തെ ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നതും. അജിത് ബാബു വിവരങ്ങളുമായി ചേരുന്നു. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവർക്കും ഐത്തമുണ്ടായിരുന്നില്ല. ക്രൈസ്തവ പാർട്ടികൾക്കും ഈ ക്രൈസ്തവ സംഘടനകൾക്കും ഒന്നും, മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണങ്ങളിലും ഒന്നും ആർക്കും കേന്ദ്ര സർക്കാരിനോട് ഒരു ഐത്തവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കോൺഫിഡൻസ് BJPക്ക് ഉണ്ടായിരുന്നു, തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പൊടുന്നനെയാണ് FCRA ഭേദഗതി ബില്ല് ചർച്ചയാകുന്നതും ഇനി ചർച്ചയ്ക്കൊന്നും ഒരു സാധ്യതയുമില്ല എന്നുള്ള ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവിൻ്റെ പ്രസ്താവന വരുന്നതുമൊക്കെയും. പക്ഷേ അതിന് പിന്നാലെ ഇവിടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. ആ ബില്ല് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്രമെത്തി. അത് മാറ്റിവെച്ചു. അതുവരെയായി കാര്യങ്ങൾ. പക്ഷേ അപ്പോഴും ക്രൈസ്തവർക്കുണ്ടായ ആ ആശങ്കയ്ക്ക് ഒരു അറുതി വരുത്താൻ BJPക്ക് കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. FCRA ഭേദഗതി ബില്ലൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം പറയുന്ന ഘട്ടത്തിലാണ് ഇന്നലെ നമ്മൾ PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഒക്കെയും പ്രതികരണം കണ്ടത്. മെത്രാന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുകയും ദീപിക പത്രത്തിനെതിരെ തുറന്നടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ടുപേരും. ഒപ്പം തന്നെ ജോർജ് കുര്യനും ഒട്ടും ഹാപ്പിയല്ല. നിലവിലെ സാഹചര്യം, അവിടുത്തെ പോളിംഗ് ശതമാനം അടക്കം എന്താണ് നിലവിൽ സംഭവിക്കുന്നത്? FCRA ഭേദഗതി ബില്ല് ഈ BJPക്ക് തിരിച്ചടിയായി മാറുന്നുണ്ടോ അജിത്ത്? സേതുലക്ഷ്മി, സംശയമില്ല. കാരണം കഴിഞ്ഞ 2 വർഷക്കാലങ്ങളായി BJP ഈ ക്രിസ്ത്യൻ വിഭാഗത്തോട് അടുക്കാൻ വേണ്ടി ബോധപൂർവമായ പല ശ്രമങ്ങളും നടത്തുന്നുള്ള കാര്യം നമുക്കറിയാം. സംസ്ഥാന നേതൃത്വം തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ആ ശ്രമങ്ങളുടെ തുടർച്ചയിൽ പല സംഭവ വികാസങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എത്തിയപ്പോൾ BJPയുടെ ഒരു കോൺഫിഡൻസ്, ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു നല്ല വിഭാഗം വോട്ട് ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് FCRA വിഷയം വരുന്നത്. FCRA വിഷയം വന്നതോടുകൂടി ഈ ചർച്ച തന്നെ ആകെ മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. ആശങ്ക പ്രകടിപ്പിച്ച് മതമേലധ്യക്ഷന്മാർ തന്നെ രംഗത്ത് വന്നതോടുകൂടി ഈ സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയടക്കം ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ടായി. BJPയുടെ മധ്യകേരളത്തിലെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ ജോർജ് കുര്യന്റെയും ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും ഒക്കെ സ്ഥാനാർത്ഥിത്വം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ FCRA ചർച്ചയായും പിന്നീട് ദീപികയിൽ തുടർച്ചയായ ലേഖനവും വന്നതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പറയുന്നത്. മനസ്സിലുണ്ടായിരുന്ന രോക്ഷം കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് എത്തിയത്. ഒരു പക്ഷേ FCRA ചർച്ചയായിരുന്നില്ലെങ്കിൽ ഇത്രത്തോളം വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ള ചോദ്യം അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ചിലപ്പോൾ അത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ എന്താണെങ്കിലും FCRA ചർച്ചയായതോടുകൂടി സംസ്ഥാനത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ളൊരു ആശങ്കയടക്കം ഉയർന്നു വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നേരത്തെയും പല വിഷയങ്ങളും ചർച്ച ചെയ്തപ്പോൾ അത്തരത്തിലുള്ള ഈ വിഷയങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ സജീവ ചർച്ചയായിരുന്നു. അതിന്റെ തുടർച്ചയിൽ ഒരു പുതിയ വിഷയം കൂടി ഉണ്ടായപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ LDFനും UDFനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം FCRA ഈ തിരഞ്ഞെടുപ്പിൽ BJPയെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം വിശകലനം ചെയ്യുകയായിരുന്നു അജിത്ത്.